അങ്ങനെ iOS 26.0.1 റിലീസായിട്ട് ഇന്നത്തേക്ക് ഒരാഴ്ചയായി. ഈ ഒരു അപ്ഡേറ്റിന് ശേഷം എൻ്റെ ഫോണിൽ കുറേയധികം ബഗ്ഗുകളും പ്രശ്നങ്ങളും ഞാൻ ഫേസ് ചെയ്തു. അതിൻ്റെ എല്ലാ കംപ്ലീറ്റ് കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നുണ്ട്. സോ ഇതേപോലെ അപ്ഡേഷൻസും ടിപ്സും ട്രിക്സും ആപ്പിളിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയണമെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ കൂടെ നമ്മൾ ഫോളോ ചെയ്യാം. റെഗുലറായിട്ട് ഈ പറഞ്ഞ വാൾപേപ്പേഴ്സും ബാക്കി കാര്യങ്ങളും നമ്മുടെ എവിക്ക കമ്മ്യൂണിറ്റിയിലും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. സോ ദിസ് ഈസ് യുവർ ബിൻ സേവിയർ. Welcome back to Evika. തുടർന്ന് തന്നെ നമുക്ക് ഈ ഒരു അപ്ഡേഷൻ ആപ്പിൾ എന്തിനാണ് മെയിൻലി ഫോക്കസ് ചെയ്ത് റിലീസ് ചെയ്ത് നോക്കാം. iPhone 17 സീരീസിലും അതോടൊപ്പം തന്നെ എയർ സീരീസിലും ആപ്പിളിന് കുറേയധികം പ്രശ്നങ്ങൾ വരുന്നുണ്ടായിരുന്നു. എസ്പെഷ്യലി ഈ പറഞ്ഞ കണക്റ്റീവ് ഇഷ്യൂ ആയിട്ടാണ് ആപ്പിളിന് ഈ പറഞ്ഞ അപ്ഡേഷൻസിൽ ഇഷ്യൂ വന്നത്. വൈഫൈ ഇടക്കിടക്ക് റീസെൻ്റായിട്ട് കട്ടായി പോവുക, അതോടൊപ്പം തന്നെ കണക്ട് ചെയ്യുന്ന കോള് നമുക്ക് കിട്ടാതിരിക്കുക, കോള് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കട്ടായി പോവുക എന്നിങ്ങനെ കുറേയധികം കണക്റ്റീവായ ഇഷ്യൂ സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് iOS 26.0.1 എന്ന അപ്ഡേഷൻ ആപ്പിൾ മെയിൻലി ഫോക്കസ് ചെയ്ത്. പക്ഷേ എന്നിട്ടും കുറേയധികം കൂട്ടുകാർക്ക് ഈ പറഞ്ഞ കണക്റ്റീവ് ഇഷ്യൂ പിന്നെയും നിലനിൽക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഫീൽ ചെയ്ത ഏറ്റവും വലിയ ബഗ്ഗായിരുന്നു കോള് വിളിക്കുന്ന സമയത്ത് തന്നെ പിന്നെ റിപ്പീറ്റായിട്ട് പല കോളുകളും കയറി വരുന്നു. ഞാൻ അതിനെ വിളിക്കുന്നത് ഒരു കോൾ സിൻഡ്രോം എന്നുള്ള പേരിലാണ്. കാരണം എനിക്ക് കോള് വിളിക്കുന്ന വ്യക്തിയുടെ ഫോണിൽ തന്നെ കോള് കട്ടാവാതെ അടുത്തൊരു കോള് വരുന്നുണ്ട്, പക്ഷെ ആ ഒരു കോൾ എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ കുറേയധികം ബഗ്ഗുകൾ കോള് വിളിക്കുമ്പോൾ എനിക്കുണ്ടായിരുന്നു. വൈഫൈയുടെ കാര്യം പറയുമ്പോൾ ഭാഗ്യത്തിന് എനിക്ക് യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. കറക്റ്റായിട്ട് എനിക്ക് വൈഫൈയിൽ ഈ പറഞ്ഞ കാര്യങ്ങളും കോണ്ടന്റുകളും കാണാൻ പറ്റുമായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ ഡിവൈസിൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ നമുക്ക് ആപ്പിൾ തരുന്നുണ്ട് 17 സീരീസിൽ. ആ ഒരു ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിൽ നോട്ടിഫിക്കേഷനിൽ എനിക്ക് ഗ്ലിച്ച് വന്നു. അതായത് ഇതേപോലെ നമ്മൾ ലോക്ക് ചെയ്ത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ വെക്കുമ്പോൾ ഇവിടെ ചിലപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻസിനുണ്ടാവും. ഈ നോട്ടിഫിക്കേഷൻസ് ചില സമയത്ത് ഇങ്ങനെ കിടന്ന് വെറുതെ ഫ്ലിക്കർ ചെയ്യുന്ന ഒരു ബഗ്ഗ്. ആ ഒരു ബഗ്ഗ് എനിക്ക് ഈ ഒരു അപ്ഡേഷനിൽ കുറേയധികം വട്ടം ഫീൽ ചെയ്തായിരുന്നു. എസ്പെഷ്യലി വാട്സാപ്പിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നൊക്കെ വരുന്ന ഈ പറഞ്ഞ ഓരോ നോട്ടിഫിക്കേഷൻസ് അതേപോലെ ബഗ് അടിച്ച് എനിക്ക് ലോക്ക് സ്ക്രീനിൽ കിടക്കുന്ന ഒരു പ്രവണതയും ഈ ഒരു അപ്ഡേഷനിൽ എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ ഏറ്റവും കൂടുതൽ എനിക്ക് ഫീൽ ചെയ്ത് റെഗുലർ യൂസിൽ പോലും നന്നായിട്ട് ഡിവൈസ് ഇവിടെ ചൂടാവുന്ന ഒരു ബഗ് എനിക്കുണ്ടായിരുന്നു. എക്സ്ട്രീമായിട്ട് ചൂടാവുന്നത്. ഞാൻ യൂഷ്വലി ഗെയിം കളിക്കുന്നത് ഈ ഫുട്ബോളാണ്. ഫുട്ബോൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗെയിം കളിക്കുമ്പോൾ നമ്മുടെ ഡിവൈസ് ചൂടാവുന്നത് നോർമലാണ്. ഈ പറഞ്ഞ ഗെയിംസ് ആയിക്കോട്ടെ, ക്യാമറ ആയിക്കോട്ടെ, പല കാര്യങ്ങളും നമ്മൾ യൂസ് ചെയ്യുമ്പോഴും ഫോൺ ചൂടാവുന്നത് ക്വയറ്റ് നാച്ചുറലാണ്. നമ്മളിപ്പോൾ ഔട്ട്ഡോർ പോയാലും ഡിവൈസ് ചൂടാവും. പക്ഷേ റെഗുലറായിട്ട് നമ്മുടെ ഈ പറയുന്ന യൂട്യൂബ് നമ്മൾ നോക്കുമ്പോൾ, അതോടൊപ്പം സഫാരി നമ്മൾ ബ്രൗസ് ചെയ്യുമ്പോൾ എന്നിങ്ങനെ റാൻഡമായിട്ട് നമ്മുടെ ഡിവൈസിൻ്റെ കൂടുതൽ പവർ കൺസ്യൂം ചെയ്യാത്ത പല കാര്യങ്ങൾക്ക് വരെയും ഡിവൈസ് നന്നായിട്ട് ചൂടാവുമായിരുന്നു. ചൂടാവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈ റെസ്റ്റ് ചെയ്യുന്ന ഈ ഒരു പോർഷനിൽ നമ്മുടെ സെൻസറും പ്രൊസസ്സറൊക്കെ വരുന്ന ഈ ഒരു പോർഷൻ നന്നായിട്ട് തന്നെ ചൂടായി. എനിക്ക് എൻ്റെ ഈ ഫിംഗേഴ്സിൽ ആ ഒരു ഹീറ്റിൻ്റെ കാര്യം എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ആ ഒരു അപ്ഡേറ്റിന് ശേഷം 3-4 ദിവസം, അതായത് ഇത്ര ദിവസം കഴിഞ്ഞിട്ടും എനിക്ക് ചെറിയൊരു ഹീറ്റിംഗ് ഇഷ്യൂ ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കറൻറ്റ്ലി ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ എൻ്റെ ഡിവൈസ് ചൂടായിട്ടുള്ള സൈഡ് ഗ്രിൽസിലാണെങ്കിലും ബാക്കിലായാലും എനിക്ക് ഈ പറഞ്ഞ ഹീറ്റിംഗ് ഇഷ്യൂ ഇപ്പോൾ ആസ് ഓഫ് നൗ ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ ഗെയിം കളിക്കുമ്പോഴും ബാക്കി കാര്യങ്ങളും ചെയ്യുമ്പോഴും ചെറിയൊരു ചൂടിയും തുടങ്ങി അത്യാവശ്യം നല്ല എക്സ്ട്രീം ഹീറ്റ് ആവുന്നത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതേപോലെ എന്തെങ്കിലും ഹീറ്റിംഗ് ഇഷ്യൂസോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും ബഗ്ഗുകളോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. ഇനി ഈ ഒരു അപ്ഡേഷൻ ആരാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്തിനാണ് അപ്ഡേറ്റ് ചെയ്യുന്നതെന്ന് കുറേയധികം പേർക്ക് ഡൗട്ട് ഉണ്ടാവും. നമ്മുടെ ഓരോ അപ്ഡേഷനിലും ആപ്പിൾ സെക്യൂരിറ്റി പാച്ചും സെക്യൂരിറ്റി വർണബിലിറ്റീസും മാക്സിമം കുറക്കാൻ വേണ്ടി ഈ പറയുന്ന സെക്യൂരിറ്റി അപ്ഡേറ്റ് ആപ്പിൾ തരാറുണ്ട്. അതുകൊണ്ട് തന്നെ റെഗുലറായിട്ട് നിങ്ങളുടെ ഫോൺ അപ് ടു ഡേറ്റ് ആണെങ്കിൽ മാത്രമാണ് ആ ഒരു സെക്യൂരിറ്റി ബ്രീച്ചിൻ്റെ ഓരോ കാര്യങ്ങളും ആപ്പിളിന് പാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ഒരു അപ്ഡേഷൻ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ്, ഡിസ്പ്ലേ അടിച്ചു പോകുമോ, ബാറ്ററി എക്സ്ട്രീമായിട്ട് ഡ്രെയിൻ ആകുമ്പോൾ ഹീറ്റിംഗ് വരുമോ എന്നിങ്ങനെയുള്ള പലതരം ഡൗട്ടുകൾ. ടു ബി ഫ്രാങ്ക്, നമുക്ക് ആർക്കും ഈ പറഞ്ഞ അപ്ഡേഷൻ ചെയ്താൽ ഇങ്ങനെ വരും അങ്ങനെ വരുന്നു ആർക്കും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് എൻ്റെ ഫോണിൽ ആ ഒരു ഹീറ്റിംഗ് ഇഷ്യൂ വരുമെന്ന് പറഞ്ഞാൽ ഞാൻ എന്തായാലും ഈ ഒരു അപ്ഡേറ്റ് ചെയ്യില്ല. ഇതേപോലെ നമുക്ക് ആർക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചിലവരുടെ ഈ പറഞ്ഞ ഡിവൈസ് അപ്ഡേറ്റ് ചെയ്യുന്നതിന് ശേഷം ഡിസ്പ്ലേ അടിച്ചു പോകാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ഡിസ്പ്ലേ അടിച്ചു പോകുന്നതിന് മുമ്പ് നമ്മൾ ഓരോ അപ്ഡേറ്റിന് മുമ്പും ഡിവൈസ് മൊത്തമായിട്ട് കംപ്ലീറ്റ് ആയിട്ടൊരു വീഡിയോ എടുത്ത് വെക്കുക. എൻ്റെ ഫോണിൽ യാതൊരു കംപ്ലൈൻറ്റ് ഇല്ല, ഒരു ഡെൻ്റ് ഇല്ല, സ്ക്രാച്ച് ഇല്ല
എന്നിങ്ങനെ നമ്മൾ എടുത്തു വെച്ചാലാണ് അപ്ഡേറ്റിന് ശേഷം ഡിസ്പ്ലേ പോയാൽ നമുക്ക് iCareലോ അല്ലെങ്കിൽ ഓതറൈസ്ഡ് ആയ ഏത് ഷോറൂമിൽ പോയാലും നമുക്ക് അപ്പീൽ ചെയ്യുമ്പോൾ ഒരു പ്രൂഫായിട്ട് വെക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ എപ്പോഴും അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളൊരു വീഡിയോ എടുത്ത് വെക്കുക. എക്സ്ട്രീം ചൂടായാൽ നമുക്ക് വേറൊക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ഈ പറയുന്ന തേർമൽ മാനേജ്മെൻറ്റ് നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്നത് എക്സ്ട്രീമായ ഗെയിമിംഗ് ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ ആ ഒരു ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒന്നുകൂടി ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. ഞാൻ ഈ ഫുട്ബോൾ അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് റീഇൻസ്റ്റാൾ ചെയ്തപ്പോൾ എനിക്ക് ചെറുതായിട്ട് ചൂട് കുറയുന്ന പോലെ ഫീൽ ചെയ്തു. പക്ഷെ അത് എല്ലാവർക്കും വർക്ക് ആവണമെന്ന് യാതൊരു നിർബന്ധമില്ല. അതേപോലെ റീസ്റ്റാർട്ട് ചെയ്ത് നോക്കുക. അങ്ങനെ ചെറിയ ചെറിയ സിമ്പിൾ റെമഡീസ് നമുക്ക് ചെയ്തു നോക്കാം. പക്ഷെ അങ്ങനെ ചെയ്തിട്ടും ഇത് വർക്ക് ആവുന്നില്ലെങ്കിൽ ഇറ്റ് സ്റ്റിൽ എ ബഗ്, അല്ലെങ്കിൽ അത് വലിയൊരു പ്രശ്നമാണെന്ന് മുമ്പ് നമ്മുടെ ഫോണിൽ നിന്ന് കാണിക്കുക. ഇനി ഡിവൈസ്, എസ്പെഷ്യലി നമ്മുടെ ഐഫോൺ ഡിവൈസ് എങ്ങനെയാണ് റീസ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ തൊട്ട് താഴത്തെ ഞാൻ അതിൻ്റെ സിമ്പിൾ ഷോർട്സ് കൊടുത്തേക്കാം. അത് കാണുകയാണെങ്കിൽ എങ്ങനെയാണ് റീസ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. സോ ഈ ഒരു അപ്ഡേറ്റിന് ശേഷം നിങ്ങൾക്കുണ്ടായ ആ ഒരു ഫീഡ്ബാക്കും തൊട്ട് താഴത്തെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇനി അപ്കമിങ് അപ്ഡേറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ iOS 26.1ൻ്റെ ബെയ്റ്റയാണ് ഇനി ഈ ഒരു വീക്കിൽ നമുക്ക് വരാൻ പോകുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ iOS 26.0.1 അപ്ഡേഷൻ്റെ റിവ്യൂ ആൻഡ് ഫോളോ വീഡിയോ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോയിൽ കുറേയധികം പുതിയ കാര്യങ്ങൾ അറിഞ്ഞു മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇപ്പോൾ ലൈക്ക് ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ റെഗുലറായിട്ട് ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സും ലീക്സും റൂമേഴ്സും എല്ലാ കാര്യങ്ങളും അറിയാം നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യാം. പക്ഷേ അത് നമുക്ക് ഒരു വലിയ കാര്യം തന്നെയാണ്. ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സോൾ വീഡിയോ. ദിസ് ഇസ് Jebin Xavier signing from Evica.